ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മളെ വീഡിയോ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എന്നും ഓറഞ്ച് കൊണ്ട് ഒരേ രീതിയിൽ തന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ് ഉണ്ടാക്കിയിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. നമ്മുടെ സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഓറഞ്ച് തന്നെയാണ്. അപ്പോൾ ഞാൻ 4 ഓറഞ്ച് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസുള്ള. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതിലാക്കിയിട്ട് എടുത്തതാണ്. ഇത് നമുക്കിനി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കുരു തീരെ അരിഞ്ഞു പോകരുത്. അങ്ങനെ അരിഞ്ഞു പോയാൽ നമ്മുടെ ജ്യൂസിന് നല്ല കയ്പ്പ് രസം വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഒന്ന് സ്പീഡിലിട്ടിട്ട് നിർത്തിയിട്ട് അടിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ പൾസിലിട്ടിട്ട് അടിച്ചിട്ട് എടുത്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡിലിട്ടിട്ട് അടിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓറഞ്ചൊക്കെ കംപ്ലീറ്റ് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കൂടി പോകണ്ട കേട്ടോ. അപ്പോൾ ഓറഞ്ച് നിൽക്കുന്ന ആ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അധികം വെള്ളത്തിന് നമുക്ക് ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ പീസ് ഇഞ്ചിയാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മളെ ജ്യൂസൊക്കെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒട്ടും ഷുഗർ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് വേറെ ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് അരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഓറഞ്ചൊക്കെ നമുക്ക് മിക്സിയിലൊന്ന് ഇട്ടിട്ട് അടിക്കുന്ന സമയത്ത് വേഗം തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അപ്പോൾ കുരൊന്നും ഒട്ടും അരിഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ കുരു അരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ഓറഞ്ച് ജ്യൂസൊക്കെ നല്ലോണം അരിച്ചെടുത്തിട്ട് ഞാനൊരു ജഗ്ഗിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ജ്യൂസ് ആക്കിയിട്ട് എടുക്കാൻ നോക്കാം. സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മധുരത്തിന് വേണ്ടിയിട്ട് നന്നാരി സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓറഞ്ച് ജ്യൂസിന് എത്രത്തോളം മധുരം ഉണ്ടോ അതിനനുസരിച്ച് നന്നാരി സിറപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കസകസാണ് വേണ്ടത്, സബ്ജാ സീഡ്. അപ്പോൾ ആവശ്യത്തിന് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് സബ്ജാ സീഡ് എടുത്തിട്ട് ഒന്ന് 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കുതിർന്ന് ഇതുപോലെ നമുക്ക് കിട്ടും. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. നമ്മുടെ സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസിന് ലൈറ്റായിട്ടുള്ളൊരു എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളടുത്തുള്ള ചില്ലിയുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ലെമൻ്റെ പീസസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് ജ്യൂസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളെ പച്ചമുളകിൻ്റെ എരിവൊക്കെ ഇതിലൊന്ന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് സാൾട്ടാണ്. സാൾട്ടും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഗ്ലാസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഓറഞ്ചിൻ്റെ പുളിക്കനുസരിച്ച് വേണം ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ജ്യൂസ് എന്ന് പറയുന്നത് എരിവും പുളിയും മധുരവും ഉപ്പൊക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു ടേസ്റ്റുള്ള അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്കാണ്. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. വീഡിയോസ് ഇഷ്ടമാവുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.